സിനിമാ ജീവിതത്തിൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങൾ അക്കമിട്ട് പറയാൻ നടിമാർക്കും വനിതാ ജീവനക്കാർക്കും ഊർഗംബരമായി ഹേമാക്കം എത്തിയപ്പോൾ നാരക്ക് മുതിർന്ന താരമെന്നോ ജൂനിയർ ആർട്ടിസ്റ്റെന്നോ ഭേദമില്ലാത്ത പലരും തങ്ങളുടെ ദുരനുഭവം പറയാൻ മുന്നോട്ട് നടി ശോഭനയുടെ ധൈര്യവും വ്യത്യസ്തമല്ല. 31 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ റീ റിലീസ് ചെയ്തപ്പോഴും വിജയ ചിത്രം തന്നെയാണ്. ശോഭനയെ മലയാള സിനിമയുടെ ഇന്നിന്റെ സാന്നിധ്യം എന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്നലകളിലെ വിറ്റുകൾക്ക് ഉടമയാണ്. സിനിമയെക്കാളേറെ നൃത്തത്തെ സ്നേഹിക്കുന്ന മനസ്സാണ് ശോഭനയുടേത്. എന്നും പറഞ്ഞ നൃത്ത പരിപാടികളിൽ ശോഭനയുടെ നൃത്തം പൊഴിച്ചുകൂടാൻ കഴിയാതെയായി മാറിയിട്ടു. ചെന്നൈയിലെ തന്റെ സങ്കേതത്തിൽ പുതുതലമുറയ്ക്ക് നൃത്തച്ചൂടുകൾ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ശോഭന. മലയാള സിനിമയിൽ പ്രത്യേകം ക്ഷണം ലഭിച്ചാൽ ശോഭന അഭിനയിക്കും. അങ്ങനെ പിറന്ന ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ സിനിമാ ജീവിതത്തിൽ ശോഭന നേരിട്ട ദുരനുഭവവും വേണ്ടത്ര തീവ്രതയോടെ കാണുന്നവർ വളരെ വർഷങ്ങൾക്ക് മുൻപ് ശോഭന നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ്. കേരളത്തിൽ മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റിയുടെ പൊതുവിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വെളിപ്പെടുത്തലുകൾക്കും വളരെ മുൻപ് സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ അനിവാര്യമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് താരം ശോഭനയാണ്. ഒരിക്കൽ സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ഇടപെടൽ തനിച്ച് നല്ല രീതിയിൽ വേഷം മാറാൻ കാരവനിൽ സ്പന്ദിച്ച കാര്യം ശോഭന പറഞ്ഞിരുന്നു. ഗുജറാത്തിലായിരുന്നു ഇത് നടന്നത്. ഇനിമേൽ അഭിനയിക്കാൻ നേരം ഷാൾ അഥവാ ദുപ്പട്ട ധരിച്ചു നിന്ന ശോഭനയിൽ നിന്നും ആ ദുപ്പട്ട നിർബന്ധപൂർവ്വം എടുത്തു മാറ്റിയ ഒരു നിമിഷത്തിലൂടെ അവർ കടന്നുപോയിട്ടു. അവർ ഷോക്ക് തെൽപ്പിച്ചു നിന്നും താരം ഓർപ്പം. വളരെ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ ശോഭന നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തുവന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ ശോഭനയ്ക്ക് വ്യക്തതയില്ല.